ഹലോ, നമസ്കാരം. ഞാനൊരു ടിപ്പ് പറഞ്ഞു തരാൻ വന്നതാണ്. ഇതിപ്പോൾ ഞാൻ പറയാതെ തന്നെ ഒരുപാട് പേർക്ക് അറിയായിരിക്കാം. നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർ പറയുന്നതൊന്നും ചെവി കൊടുക്കാതിരിക്കുക. നമുക്കെന്താണ് ശരിയെന്ന് തോന്നുന്നത് അത് ചെയ്യുക. നമ്മളെ കൂടെ നിന്ന് കുറ്റം പറയാനേ ഒരുപാട് പേരും കാണുള്ളൂ. അവർക്കൊന്നും അവരുടെ വീട്ടിലെ കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കാൻ സമയം കാണത്തില്ല. എന്താണ് നമ്മുടെ വീട്ടിൽ നടക്കുന്നത്, നമ്മുടെ വീട്ടിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടാവും, ഇതൊക്കെ തന്നെ ഡിസ്കസ് ചെയ്യാനേ അവർക്ക് സമയമുള്ളൂ. ഞാൻ ആലോചിക്കുന്നത് എനിക്കൊന്ന് 24 മണിക്കൂർ പോലും തികയുന്നില്ല. പക്ഷേ ഇവർക്കൊക്കെ എങ്ങനെ ഇത്രയും സമയം കിട്ടുന്നു എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം വേറെ ഒരു പണിയുമില്ലാതെ എന്തൊക്കെയാണ് കുറ്റവും കുറവെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ CCTVകൾ ഇപ്പം ഉള്ളത് നമ്മുടെ വീടിന് ചുറ്റും, അല്ലെങ്കിൽ നമ്മൾ എവിടെയൊക്കെ നടക്കുന്നോ അതിന് ചുറ്റുമൊക്കെ CCTV ആണ്. നമ്മുടെ വീട്ടിലെ CCTV പോലും ഇത്രയും നന്നായിട്ട് വർക്ക് ചെയ്യത്തില്ല, അല്ലേ? കറക്റ്റ് അല്ലേ? നമ്മുടെ ബന്ധുക്കളാവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിന്ന് പണി തരുന്ന സുഹൃത്തുക്കളാവട്ടെ, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, ഇവർക്ക് എല്ലാവർക്കും നമ്മുടെ മോശവശം കാണാൻ ഇഷ്ടം ഉള്ളുകൊണ്ട്. എന്നാൽ ഒരുപാട് നല്ല ആൾക്കാരുണ്ട്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ 2016 തൊട്ട് ഞാനൊരു നല്ല പാഠം പഠിച്ചു. ഒരുപാട് പേരെ കട്ട് ചെയ്ത് കളയുക. കട്ട് ചെയ്ത് ഇപ്പം എനിക്ക് ആൾക്കാരില്ലാതായി. പക്ഷേ എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. കാരണം ഞാൻ സമാധാനം അനുഭവിക്കുന്നുണ്ട്. ഒരു 2016 എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മോശം സമയമാണ്. അന്ന് ഞാൻ എല്ലാവരെയും തിരിച്ചറിഞ്ഞു എൻ്റെ ലൈഫിൽ. അതിനുശേഷം ഞാൻ കുറേ തീരുമാനങ്ങളെടുത്താണ് ഇന്നിപ്പോൾ സമാധാനത്തോടെ ഞാൻ ഇവിടം വരെ എത്തിക്കുന്നത്. അതാണ് സത്യം. എന്താണ് ആ കാര്യമെന്ന് ഞാൻ അടുത്ത പ്രാവശ്യം ഞാൻ പറയാം. ഇതിപ്പോൾ എനിക്ക് പറയണം തോന്നി. കാരണം ഞാൻ 10 വർഷമായിട്ട് കുറേ കാര്യങ്ങളിൽ സൈലൻ്റ് ആയിരുന്നു. ഇടയ്ക്കൊക്കെ എനിക്കിങ്ങനെ ദേഷ്യം വരുമ്പോൾ ഞാൻ പല പോസ്റ്റുകളൊക്കെ ഇടും. പിന്നെ എൻ്റെ വീട്ടിലെ എൻ്റെ അമ്മയും അനിയൻ്റെയും നിർബന്ധം കാരണം ഞാൻ പല പോസ്റ്റ് റിമൂവ് ചെയ്യും. അങ്ങനത്തെ ഒരു നേച്ചറാണ് എൻ്റെത്. അപ്പോൾ എനിക്കിത്രേ പറയാനുള്ളൂ. നമുക്ക് സമാധാനം കിട്ടുന്നതും സമാധാനം തരുന്നതുമായ കാര്യങ്ങൾ ചെയ്യുക. ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാതിരിക്കുക. അതേപോലെ തന്നെ ബാക്കിയുള്ളവർക്ക് നമ്മുടെ വീട്ടിൻ്റെ അകത്തോട്ടോ നമ്മുടെ സർക്കിളിൻ്റെ അകത്തോട്ടോ സ്പേസ് കൊടുക്കാതിരിക്കുക. അതാണ് അൾട്ടിമേറ്റ്ലി വേണ്ടത്. അല്ലാതെ നമ്മുടെ കൂടെ നിന്നിട്ട് നമ്മളെ തന്നെ ചതിച്ച് നമ്മളെ തന്നെ കുറ്റം പറഞ്ഞ് ഇങ്ങനെ സന്തോഷം കണ്ടെത്തുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. പക്ഷേ എൻ്റെ കാര്യത്തിലൊന്നും ഇങ്ങനെ നടക്കത്തേയില്ല. 2016 ഞാൻ എല്ലാത്തിനെയും വെട്ടി വെച്ച് വീഴും. അതാണ് സത്യം. സോ ബൈ ബൈ.